ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ചക്ക വിശേഷമാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മണമായി, വീട്ടിനകത്ത് മൊത്തം നല്ല മണമായിരുന്നു. അങ്ങനെ ചേട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ചേട്ടനെ കൊണ്ടുതന്നെ 2-3 കഷ്ണമായിട്ടൊന്ന് മുറിച്ച് തരാൻ പറഞ്ഞ്. മുറിച്ച ഉടനെ തന്നെ ഞാൻ 2-3 കഷ്ണം എടുത്ത് വായ്ക്കകത്തിട്ടു. നമ്മളതിൻ്റെ ടേസ്റ്റ് നോക്കണമല്ലോ, കൊള്ളാമോ ഇല്ലയോ എന്ന്. അങ്ങനെ ഉടനെ തന്നെ കുറച്ചെടുത്ത് വായ്ക്കകത്ത് വിട്ടു. എന്നിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കുറേശ്ശെ എടുത്തു. അല്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് ചക്ക കട്ട് ചെയ്യൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. എത്ര കട്ട് ചെയ്താലും അതൊന്നും വെട്ടേക്കത്തുമില്ല. ചക്ക ഒരുമാതിരി ചത്തതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ണമായിട്ട് മുറിച്ച് തരാൻ പറയും, അല്ലാതെ എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ പിന്നെ ചക്ക ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ അരക്കിനെയൊക്കെ പേപ്പർ കൊണ്ടൊക്കെ തുടച്ച് മാറ്റിയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാൻ തുടങ്ങി. പിന്നെ ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും കുറച്ച് കൊടുത്തു. ശ്രീനിധിക്ക് ഇന്ന് പോകണ്ടായിരുന്നു. അങ്ങനെ ശ്രീനിധിയും സൈഡിൽ ഇരുന്ന് ഓരോ സൈഡിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, എനിക്കാണെങ്കിൽ ഈ ചക്ക വെട്ടാൻ മാത്രമേ പാടുള്ളൂ, കഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന് ഏത് രൂപത്തിലാണെങ്കിലും കേട്ടോ. പച്ച ചക്കയായിരുന്നാലും കഴിക്കും, പഴുത്ത ചക്കയായിരുന്നാലും കഴിക്കും. ഇനി അത് മറ്റേ അവിയൽ വെച്ചിരുന്നാലും ഇളക്കിയിരുന്നാലും ഇനി വരട്ടിയ രൂപത്തിലായിരുന്നാലും പായസത്തിൻ്റെ രൂപത്തിലായിരുന്നാലും ഏത് രൂപത്തിലായിരുന്നാലും എനിക്ക് ചക്കയുടെ സാധനങ്ങളെല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇങ്ങനെ എടുക്കണ കാര്യം മാത്രമാണ്, ചക്ക ഇറുത്ത് പറക്കി എടുക്കണ കാര്യം മാത്രമാണ് എനിക്ക് ഭയങ്കര പാട്. പിന്നെ കുറേശ്ശെ ഇരുന്ന് കുറേ സമയം എടുത്തിട്ട് ഞാൻ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീനിധി സൈഡിൽ ഇരുന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അമ്മൂമ്മയുടെ കയ്യിലെങ്ങാനും ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഒരു ഇരിപ്പിൻ്റെ ഇരുന്ന് എപ്പോഴേ ചക്ക എടുത്ത് തീർന്നേനെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിപ്പറക്കി എടുത്തിട്ട് പിന്നെ നമ്മളെ കൈയും ആയുധമൊക്കെ വൃത്തിയാക്കി എടുക്കണമല്ലോ. അങ്ങനെ എണ്ണയൊക്കെ പുരട്ടി പേപ്പറൊക്കെ വെച്ചിട്ട് കയ്യിലെ അരക്കും നമ്മുടെ കത്തിയിലെ അരക്കുമൊക്കെ തേച്ച് പറക്കിയൊക്കെ എടുത്തു. പിന്നെ ആ പാത്രത്തോടെ എടുത്ത് വെച്ചങ്ങ് കഴിച്ചു. കുറേ ഇരുന്ന് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേനലായതുകൊണ്ടായിരിക്കും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും കഴിച്ചപ്പോൾ തന്നെ ഒരു ആശ്വാസം. ഈ വെട്ടിയ ക്ഷീണമൊക്കെ അത് കഴിച്ചപ്പോഴത്തേക്ക് അങ്ങ് മാറി കിട്ടി. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.